ഹലോ, ഈ ഒരു ബ്ലൗസ് നമുക്കൊരു ബ്രൈഡിൻ്റെതാണ് വർക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് തൊട്ടിട്ട് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്നുള്ളത്. കാരണം ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി അങ്ങനെ ഒരു ബ്രൈഡൽ ബ്ലൗസ് അല്ലെങ്കിൽ ഹാൻഡ് വർക്ക്ഡ് ആയിട്ടുള്ളൊരു ബ്ലൗസ് ചെയ്യുമ്പോൾ എന്തായാലും ഒരു ലോങ് വീഡിയോ ചെയ്യാമെന്നുള്ളത്. അപ്പോൾ നമുക്കിന്ന് ഇതിൻ്റെ കാര്യങ്ങൾ നോക്കാം. ആദ്യം തന്നെ വേണ്ടത് മെഷർമെൻറ്റ്സ് ആണ്. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് മെഷർമെൻറ്റ്സ് എങ്ങനെയാണ് എടുക്കുക എന്നുള്ളതും കൂടി കാണിച്ചു തരാം. ഓൾറെഡി ഞാനിവിടെ ബ്രൈഡിൻ്റെ മെഷർമെൻറ്റ്സ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് മെഷർമെൻറ്റ്സ് എങ്ങനെ എടുക്കുക എന്നുള്ളത് നോക്കാം. അപ്പം ഞാൻ എൻ്റെ ഡ്രസ് ഫോം ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. ഇതൊരു തവണ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരു ഷോർട്ടിൽ എന്തോ ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത്, എങ്ങനെയാണ് നമുക്ക് ബ്ലൗസിന് വേണ്ട മെഷർമെൻറ്റ്സ് ഈ ഒരു ഡ്രസ് ഫോമിൽ നിന്ന് എടുക്കുക എന്നുള്ളത്. ആകെ പൊടി പിടിച്ച് കിടക്കുകയാണ് കേട്ടോ. ഇത് ഞാൻ പഠിക്കുന്ന സമയത്ത് ചെയ്തിട്ടുള്ള ഒരു എംബ്രോയിഡറി വർക്കാണ് കേട്ടോ, ബേസിക് ബോഡീസിൽ. അപ്പോൾ ഇത് ഉടുപ്പിലാണ് നിൽക്കുന്നത്, ഇപ്പോൾ വെറുതെ ഇതിലിട്ട് കൊടുത്തതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് അഴിക്കാം. അഴിച്ചിട്ട് നമുക്ക് മെഷർമെൻറ്റ്സ് എങ്ങനെയാണ് എടുക്കുക എന്നുള്ളത് നോക്കാം. ഈ ഒരു ബ്ലൗസിന് കുറേ അധികം പാർട്ടുകൾ ഉണ്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇത് പാർട്ട് 1 ആയിട്ട് നമുക്ക് കണക്കാക്കാം ബോഡി മെഷർമെൻറ്റ്സ് എടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബോഡി മെഷർമെൻറ്റ്സ് വെച്ചിട്ട് പാറ്റേൺ റെഡിയാക്കണം, പിന്നെ ഡിസൈൻ വരയ്ക്കണം, ഡിസൈൻ ചെയ്യണം, സ്റ്റിച്ച് ചെയ്യണം. അങ്ങനെ നോക്കുമ്പോൾ എല്ലാം കൂടി ഒരു വീഡിയോയിൽ കൊള്ളാത്തതുകൊണ്ട് തന്നെ ഞാൻ മിക്കവാറും പാർട്ടായിട്ടാവും. അപ്പോൾ നമുക്ക് എന്തായാലും ഫസ്റ്റ് എങ്ങനെയാണ് മെഷർമെൻറ്റ്സ് എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ എനിക്ക് ബ്രൈഡ്സിനോടൊക്കെ മെയിനായിട്ട് പറയാനുള്ളൊരു കാരണം, ബ്രൈഡ്സ് എന്നല്ല, നമ്മൾ ഫിറ്റിങ്ങിൽ ഡ്രസ്സ് വേണമെന്ന് വിചാരിക്കുന്ന എല്ലാവരോടും പറയാനുള്ളൊരു ബ്ലൗസൊക്കെ വേണമെന്ന് വിചാരിക്കുന്ന എല്ലാവരോടും പറയാനുള്ളൊരു കാര്യമാണ് എനിക്കിത്. നിങ്ങൾ മെഷർമെൻറ്റ് എടുക്കാൻ പോകുമ്പോൾ നല്ല ഇന്നർ വെയേഴ്സ് ഇടാൻ ശ്രദ്ധിക്കുക, അതുപോലെ അത്യാവശ്യം ഫിറ്റിംഗ് ഉള്ളൊരു ഡ്രസ്സും ഇടാൻ ശ്രദ്ധിക്കുക. എന്നാലാണ് നമുക്ക് മെഷർമെൻറ്റ്സ് ഒക്കെ എടുക്കുമ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴും വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഫിറ്റിങ്ങിൽ കിടക്കുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു ഡ്രസ് ഫോമിൽ നിന്ന് എങ്ങനെ നമുക്ക് നമുക്ക് ബ്ലൗസിലേക്ക് ആവശ്യമായിട്ടുള്ള മെഷർമെൻറ്റ്സ് എടുക്കുക എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് തന്നെ ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ, നമ്മുടെ ഈ ഒരു പോയിന്റ്, ഇവിടെ നിന്ന് വേണം മെഷർമെൻറ്റ് എടുക്കാനായിട്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ബ്ലൗസിൻ്റെ ലെങ്ത്താണ് എടുക്കാൻ പോകുന്നത്. ബ്ലൗസിൻ്റെ ഫ്രണ്ട് ലെങ്ത്തും ബാക്ക് ലെങ്ത്തും ഡിഫറെൻ്റ് ആയിരിക്കും. കാരണം ഫ്രണ്ട് ലെങ്ത്തിൽ നമുക്ക് ഈ ഒരു കപ്പ് കവർ ചെയ്ത് വരണം, ബാക്കിൽ അതില്ലാത്തത് കൊണ്ട് തന്നെ ലെങ്ത്ത് ബാക്കിൽ ഫ്രണ്ടിനെ അപേക്ഷിച്ച് കുറവായിരിക്കും. ചിലവർക്ക് ഈക്വൽ ആയിരിക്കും, ബസ്റ്റ് അധികം ഇല്ലാത്തവർക്കൊക്കെ ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ബ്ലൗസിൻ്റെ ലെങ്ത്ത് എടുക്കാം. ഇപ്പം ഞാനിവിടെ എടുക്കുന്നത് 39.5 ആണ് കേട്ടോ ബ്ലൗസിൻ്റെ ലെങ്ത്ത് എടുക്കുന്നത്. നമുക്ക് കസ്റ്റമറിൻ്റെ ഇഷ്ടം എത്രയാണോ, അല്ലെങ്കിൽ കസ്റ്റമർക്ക് എത്ര ആവശ്യമുണ്ട് എന്നുള്ളതനുസരിച്ചിട്ട് എടുക്കാം. ഹൈറ്റ് ഉള്ളവർക്കും ഇല്ലാത്തവർക്കൊക്കെ മെഷർമെൻറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ആയിരിക്കും. ബസ്റ്റ് ഉള്ളവർക്ക് ചേഞ്ച് ഉണ്ടാവും. അങ്ങനെ നോക്കുമ്പോൾ അത് കസ്റ്റമറുടെ ഇഷ്ടം അനുസരിച്ചിട്ടാണ് കേട്ടോ എടുക്കേണ്ടത്. ഞാനിവിടെ 13.5 എടുക്കുന്നത്. പിന്നെ ഞാൻ വെറുതെ നമുക്കൊന്ന് ബാക്ക് കൂടി ഞാൻ എടുത്ത് പോവാറുണ്ട്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്രണ്ടും ബാക്കും ഏകദേശം ഒപ്പം വരുന്ന ഒരു ബോഡി മെഷർമെൻ്റ് ആണ് ഈ ഒരു ഡ്രസ് ഫോമിനുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിന് 13.5 തന്നെയാണ് ബാക്കിലും വരുന്നത് ഏകദേശം. അപ്പോൾ നമുക്കത് ലാസ്റ്റ് പാറ്റേൺ ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് എങ്ങനെയാവും എന്നുള്ളത് നോക്കാം. ഇനി സെക്കൻഡായിട്ട് വേണ്ടത് ചെസ്റ്റാണ്. ചെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഒരു ആം ഹോൾ ഉണ്ടല്ലോ, ആം ഹോൾ കവർ ചെയ്ത് വരുന്ന ആ ഒരു മെഷർമെൻ്റ് ആണ് ചെസ്റ്റായിട്ട് വേണ്ടത്. അതായത് അപ്പർ ബോഡി മെഷർമെൻറ്റ് അങ്ങനെ അപ്പർ ബോഡി അത് നമുക്ക് അപ്പർ ബസ്റ്റ് എന്നോ അല്ലെങ്കിൽ അപ്പർ ചെസ്റ്റ് എന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാം. ഞാനിത് ചെസ്റ്റ്, ഇത് ബസ്റ്റ്, ഇത് വേസ്റ്റ് അങ്ങനെയാണ് പറയാറ്, അതുകൊണ്ടാണ് പറയുന്നത്. ഇത് ചെസ്റ്റിൻ്റെ അളവ് നമുക്ക് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. കറക്റ്റ് ആം ഹോളിൻ്റെ താഴത്തു കൂടെ ഉള്ള മെഷർമെൻ്റ് ആണ് കേട്ടോ. ഇതിന് ഏകദേശം ഞാൻ എക്സ്ട്രാ ലൂസ് ഒന്നും ഇടാറില്ല കേട്ടോ എടുക്കുമ്പോൾ. അതായത് ചിലവർ പറയും ഇങ്ങനെ 2 വിരലിട്ട് പിടിച്ചിട്ട് എന്നിട്ട് കിട്ടുന്ന മെഷർമെൻ്റ് ആണ് എടുക്കേണ്ടതെന്നൊക്കെ പറയും. ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല. കറക്റ്റായിട്ട് എത്രയാണോ മെഷർമെൻറ്റ് വരുന്നത് അതാണ് ഞാൻ എടുക്കാറുള്ളത്. ഇതിനിപ്പോൾ 35.4 നമ്മൾ മെഷർമെൻറ്റ് എടുക്കുമ്പോൾ ഇവിടെയൊക്കെ കറക്റ്റ് അല്ലേന്ന് എന്തായാലും നോക്കണം കേട്ടോ. കാരണം ഇത് ഇങ്ങനെ ഒന്നും ഇറങ്ങിയിട്ട് എടുക്കാൻ പാടില്ല, ഒരുപാട് കയറി എടുക്കാൻ പാടില്ല. ഇപ്പോൾ കറക്റ്റായിട്ട് ഇങ്ങനെയാണ് എടുക്കേണ്ടത്, കറക്റ്റായിരിക്കണം ഈ ഒരു റൗണ്ട്. അപ്പോൾ നമുക്ക് 35.4 വരുന്നത്. അപ്പോൾ നമുക്ക് ചെസ്റ്റ് മെഷർമെൻറ്റ് 35.4. ഇനി അടുത്തത് ബസ്റ്റ് മെഷർമെൻ്റ് ആണ് എടുക്കുന്നത്. അത് നേരത്തെ പറഞ്ഞ പോലെ കയറാനോ ഇറങ്ങാനോ ഒന്നും പാടില്ല, കറക്റ്റായിരിക്കണം. 34.5 വരുന്നത്.
ശരിക്കും ഇങ്ങനെ വരാൻ പാടില്ല എന്ന് പറയാം. കാരണം ഇതിൻ്റെ ഇവിടെ ഒരു വിരിവുള്ളത് കൊണ്ടാണ് നമുക്ക് ഇവിടെ കൂടിയതും ഇവിടെ കുറഞ്ഞതും. സാധാരണ മിക്കവാറും നമ്മുടെയൊക്കെ ബോഡി മെഷർമെൻ്റ് എടുക്കുമ്പോൾ ഇവിടെ കൂടാനും ഇവിടെ കുറയാനും, അല്ലെങ്കിൽ ഇത് രണ്ടും ഈക്വലായി വരാനുമാണ് ചാൻസ് കൂടുതൽ. ചില പ്രത്യേക ബോഡിക്ക് മാത്രമാണ് ഇവിടെ കൂടിയിട്ട് ഇവിടെ കുറയാനൊക്കെ ഉള്ളൂ. അത് ഓരോരുത്തരുടെ ബോഡി ഡിഫറെൻ്റ് ആണല്ലോ, അതുകൊണ്ട് അതിലും ഡിഫറൻസ് വരും. അപ്പോൾ ഇതിന് ചെസ്റ്റ് കൂടുതലും ബസ്റ്റ് കുറവുമാണ്. ബസ്റ്റിൻ്റെ അളവ് എത്രയായിരുന്നു? 34 ബസ്റ്റിൻ്റെ അളവ് വന്നിട്ടുള്ളത്. അടുത്തത് നമുക്ക് വേസ്റ്റിൻ്റെ അളവ് നോക്കാം. വേസ്റ്റ് വന്നിട്ടുള്ളത് ഫിറ്റായിട്ട് എടുക്കുമ്പോൾ 28. അപ്പോൾ നമുക്ക് മെയിൻ ആയിട്ടുള്ള ഇവിടുത്തെ ബോഡി മെഷർമെൻറ്റ്സ് കഴിഞ്ഞു. ഇനി അടുത്തത് നമുക്ക് നോക്കാനുള്ളത് ടക്ക് പോയിൻ്റ് ആണ് കേട്ടോ. നമ്മുടെ നിപ്പിൾ പോയിൻ്റ് അഥവാ ബസ് പോയിൻ്റ് എന്നൊക്കെ പറയും അതിന്. ഇവിടെ ആയിട്ടാണ് നിപ്പിൾ പോയിൻ്റ് വരിക. അത് ഏകദേശം ഒരു 9.5 വരുന്നത്. നമുക്ക് പറ്റുമെങ്കിൽ ഈ ഒരു ബ്രസ്റ്റ് അവസാനിക്കുന്ന ഈ ഒരു ലെവൽ ഉണ്ടല്ലോ, ഇവിടുത്തെ ലെങ്ത്തും കൂടി എടുത്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് അപ്പോൾ തന്നെ കിട്ടും. ഇല്ലെങ്കിൽ നമുക്ക് വേറൊരു ഇക്വേഷനൊക്കെ വെച്ചിട്ട് നമുക്കത് ഈ ഒരു ചെസ്റ്റ് മെഷർമെൻറ്റ് എന്നൊക്കെ നമുക്കത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അല്ല ഇങ്ങനെ കഴിവതും ഇങ്ങനെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇതിൻ്റെ ഏകദേശം വരുന്നത് ഒരു 12-12.5 ആയിട്ടാണ് ഇതിൻ്റെ വരുന്നത്. കണ്ടോ, ഈ ഒരു ലെവൽ വരെ. അപ്പോൾ അതാണ് ബസ്റ്റിൻ്റെ മെഷർമെൻറ്റ് വരുന്നത്. പിന്നെ വരുന്നത് ബസ്റ്റ് സെപ്പറേഷനാണ്. രണ്ട് ബസ്റ്റും തമ്മിലുള്ള സെപ്പറേഷൻ എത്രയാണെന്നുള്ളത് അത് നമുക്ക് ഈ പറഞ്ഞ പോലെ ചെസ്റ്റ് ഡിവൈഡഡ് ബൈ 10 ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ മെഷർമെൻറ്റ് കിട്ടും. അതുകൊണ്ട് അതിൻ്റെ എടുക്കണമെന്നില്ല, എടുക്കാൻ പറ്റുകയാണെങ്കിൽ എടുക്കാം, അത്ര തന്നെയുള്ളൂ. ഞാൻ ഇതിൻ്റെ സെപ്പറേഷൻ ഒന്നും അങ്ങനെ എടുക്കാറില്ല. അത് നമുക്ക് അങ്ങനെ ഒരു ഇക്വേഷൻ വെച്ചിട്ട് കിട്ടുന്നതുകൊണ്ട് തന്നെ. അടുത്തത് നമുക്ക് ഇങ്ങനെ ഓർഡറിലൊന്നും അല്ലാട്ട് എടുക്കുന്നത്, എനിക്ക് തോന്നുന്ന പോലെയാണ് എടുക്കുന്നത്. ഇതിന് പ്രത്യേകിച്ച് ഓർഡർ ഉണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. അതായത് ഇങ്ങനെ മെഷർമെൻറ്റ് എടുക്കാൻ പാടുമെന്ന്. ഞാൻ ഓരോന്ന് കഴിയുമ്പോൾ ഓരോന്നും ഇങ്ങനെ എടുത്തു പോവുകയാണ്. അടുത്തത് നമുക്ക് നെക്കിൻ്റെ ലെങ്ത്ത് നോക്കാം. എല്ലാ മെഷർമെൻറ്റും നമ്മൾ ഈ ഒരു ലെവലിൽ തന്നെയാണ് കേട്ടോ എടുക്കേണ്ടത്. ഈ ഒരു ലെവലിൽ തന്നെ ബാക്ക് നെക്കിൻ്റെ ലെങ്ത്ത് എടുക്കാം. ബാക്ക് നെക്കിൻ്റെ ലെങ്ത്ത് 9 ഞാൻ എടുക്കുന്നത് കേട്ടോ. ഇവിടെ മിക്കവാറും ബ്രൈഡ്സിന് 8 എന്നാണ് സ്റ്റാർട്ട് ചെയ്യാറുള്ളത്. ചിലവർക്ക് ഹൈറ്റ് കുറഞ്ഞവർക്കൊക്കെ 8 മതിയായിരിക്കും. ചിലവർ 9, 10, 11 എടുക്കുന്നവരുണ്ട്, അത്യാവശ്യം ലെങ്ത് ഒക്കെ വേണം എന്നുള്ളവർ. ചിലവർക്ക് ക്ലോസ്ഡ് ആയിട്ടുള്ള നെക്ക് വേണമെന്നുണ്ടാവില്ല, ഇവിടെ ഇങ്ങനെ ഹോളൊക്കെ കൊടുത്തിട്ട് ഇവിടെ കുറച്ച് കയറിയിട്ടുള്ള നെക്കൊക്കെ വേണമെന്നുള്ളവർ, അവർക്കും ഇതേപോലെ ഒരു 2, 2.5 അതൊക്കെയാണ് ഇവിടുത്തെ ഒരു ലെങ്ത് എടുക്കാറുള്ളത്. അതുപോലെ ഇവിടുത്തെ ഇത്രയും ലെങ്ത്ത് എടുക്കുക. പിന്നെ മെയിനായിട്ടുള്ള കാര്യം ഞാൻ മറന്നുപോയി കേട്ടോ, ഷോൾഡറാണ് ഫസ്റ്റ് തന്നെ എടുക്കേണ്ടിയിരുന്നത്. ഷോൾഡർ മെഷർമെൻറ്റ് അതുപോലെ തന്നെ ഈ ഒരു ബോൺ ടു ഈ ഒരു ബോണാണ് എടുക്കേണ്ടത്. കറക്റ്റ് ദേ ഇവിടെ ഇങ്ങനെ നിൽക്കണം. അങ്ങനെ എടുക്കുമ്പോൾ ഇതിൻ്റെ ഏകദേശം 14.25 വരുന്നത്. അതുപോലെ ഇതാണ് ബാക്ക് അക്രോസ് ആയിട്ടുള്ള മെഷർമെൻറ്റ്. ഇത് ഓരോ ബോഡിക്ക് അനുസരിച്ച് മാറ്റങ്ങൾ വരും. ഇതിന് 14.25. ഇത് എടുത്തോളം നിർബന്ധമൊന്നുമില്ല, എന്നാലും നമുക്ക് എടുക്കുമ്പോൾ എടുക്കാമെന്ന് മാത്രം. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഷോൾഡർ എടുത്തിട്ടുണ്ട്. ഷോൾഡർ 14.25 വരുന്നത്. അടുത്തത് ഫ്രണ്ട് നെക്ക് ലെങ്ത് എടുക്കാം. ഫ്രണ്ട് നെക്ക് ലെങ്ത് ഞാൻ ക്രോസ് ആയിട്ടോ അല്ലെങ്കിൽ ഇവിടെ നിന്നൊന്നും അല്ല എടുക്കാറുള്ളത്. കറക്റ്റ് ആ പോയിന്റ് തന്നെ സ്ട്രൈറ്റ് ആണ് എടുക്കാറുള്ളത്. സ്ട്രൈറ്റ് ആയിട്ട് എടുക്കുമ്പോൾ ചില ബ്രൈഡ്സിന് കുറച്ചുകൂടി ഇറക്കം വേണമെന്നുണ്ടാവാം, ചിലർക്ക് അത്ര ഇറക്കം വേണ്ടാത്തവരുണ്ടാകാം. അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് മെഷർമെൻറ്റ്സ് എടുക്കാറുള്ളത്. നമ്മൾ പോയിന്റഡ് ആയിട്ടുള്ള നെക്കാണ് ചെയ്യുന്നത് വിചാരിക്കുക, അതായത് സ്വീറ്റ് ഹാർട്ട്, ലീവ് ഷേപ്പിലൊക്കെ ഉള്ള നെക്കാണ്, അല്ലെങ്കിൽ വീനക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ഡീപ്പായിട്ടുള്ള മെഷർമെൻറ്റ് എടുക്കാവുന്നതാണ്. ഒരു 7, 7.5, 8 എടുക്കുന്നവരുണ്ടായിരിക്കും. അല്ല നമ്മൾ ഇവിടെ നിന്ന് തന്നെ സ്ക്വയർ റൗണ്ട് ചെയ്ത് പോകുന്നതുണ്ടാവില്ലേ, അതുപോലത്തെ നെക്കൊക്കെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്ക്വയർ നെക്ക്, റൗണ്ട് നെക്ക്, സ്ക്വയർ കർവ് ചെയ്ത് കൊടുത്തിട്ടുള്ള നെക്കൊക്കെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഓവറായിട്ട് ലെങ്ത് എടുക്കാതിരിക്കുകയാണ് നല്ലത്. കാരണം ഇവിടുത്തെ സ്കിന്ന് ഇവിടെ ഇങ്ങനെ കട്ടിങ് വരുന്നതുകൊണ്ട് തന്നെ സ്കിൻ ഇവിടെ ബൾജ് ചെയ്ത് നിൽക്കും. അപ്പോൾ അത്രയും ലെങ്ത്ത്, അതായത് ഒരു 7, 8 കൊടുക്കാതിരിക്കുകയാണ് നല്ലതെന്നാണ് പറയുന്നത്. ഒരു 6.5 അപ്പോൾ അത് ബോഡിക്ക് അനുസരിച്ചിട്ട് അവർക്ക് കംഫർട്ട് ആവുന്ന രീതിയിൽ അപ്പോൾ എടുക്കാം. ഞാനിപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് എടുക്കുന്നത് 7 ആണ്. കാരണം നമ്മൾ ഈ ഒരു ബ്രൈഡിന് സ്വീറ്റ് ഹാർട്ട് നെക്കാണ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ബ്രൈഡിൻ്റെ മെഷർമെൻറ്റ്സ് ഞാൻ പാറ്റേൺ ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ മെയിനായിട്ടുള്ള മെഷർമെൻറ്റ്സ് ഒക്കെ കഴിഞ്ഞു തോന്നുന്നു. ഇനി ഏറ്റവും മെയിനായിട്ടുള്ളത് നമുക്ക് സ്ലീവാണ്. സ്ലീവിൻ്റെ ലെങ്ത്തും ആം ഹോള്
റൗണ്ട്, സ്ലീവിൻ്റെ ലെങ്ത്തിൽ വരുന്ന റൗണ്ട്, അത്രയാണ് നമുക്ക് സ്ലീവിൻ്റെ കേസിൽ വരുന്നത്. എന്നോട് ഇടയ്ക്ക് ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് എൻ്റെ ബ്രൈഡ്സിൻ്റെ സ്ലീവിൻ്റെ ലെങ്ത് ഒക്കെ കുറവ് എന്നുള്ളത്. അത് ബ്രൈഡ്സ് പറയുന്ന ലെങ്ത്താണ് ഞാൻ എടുക്കുന്നത്, അല്ലാണ്ട് മുഴുവനായിട്ട് എൻ്റെ ഇഷ്ടത്തിനല്ല. ചിലപ്പോൾ നമ്മൾ സജഷൻസ് കൊടുക്കും, ഇങ്ങനെ എടുത്താൽ നന്നായിരിക്കും അല്ലെങ്കിൽ അങ്ങനെ എടുത്താൽ നന്നായിരിക്കും എന്നുള്ള സജഷൻസ് കൊടുക്കുന്നല്ലാതെ എൻ്റെ ഇഷ്ടത്തിനല്ല മുഴുവനായിട്ടും ചെയ്യുന്നത്. അപ്പോൾ അവരാണ് പറയുന്നത് കറക്റ്റ് ഈ ഒരു ലെവലൊന്നും പോവണ്ട അല്ലെങ്കിൽ ഈ ഒരു ലെവൽ മതി എന്നുള്ളത് പറയുന്നത് അവരാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ വെച്ചിട്ടാണ് മിക്കവാറും മെഷർമെൻറ്റ്സ് എടുക്കാറുള്ളത്. ഈ ഒരു ഷോൾഡർ ടു ഈ ഒരു ലെങ്ത്തിൽ എത്രയാണ് വരുന്നത് നോക്കിയിട്ടാണ് എടുക്കാറുള്ളത്. മിക്കവാറും അതൊരു 10, 10.5, 11 ആ ഒരു ലെവലിലാണ് എല്ലാവർക്കും വരാറുള്ളത്. പിന്നെ ഈ ഒരു ലെങ്ത്ത് എടുക്കുക, അവിടുത്തെ റൗണ്ട് എത്രയാണോ അതും എടുക്കുക. ഏകദേശം ഒരു 10 എനിക്ക് വരുന്നത് കേട്ടോ, 10, 10.25 ആ ഒരു ലെവലാണ് എനിക്ക് വരുന്നത്. അപ്പോൾ അവിടുത്തെ റൗണ്ട് എടുക്കുക. പിന്നെ മെയിൻ ആയിട്ടുള്ള സംഭവമാണ് ആം ഹോളാണ് ഇപ്പോൾ എല്ലാവരും മെയിനായിട്ട് നോക്കുന്നത്. കാരണം നമ്മൾ ബ്ലൗസ് സാരി ഉടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലൗസിൻ്റെ വിസിബിൾ ആയിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് ഇവിടെയാണ്. ഇവിടെ ചുളിവുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ പകുതി ഭംഗി പോയി. ചിലപ്പോൾ നമുക്ക് വരും അങ്ങനെ ചുളിവൊക്കെ. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തടിയൊക്കെ കുറയുന്ന സാഹചര്യത്തിൽ നമ്മൾ മെഷർമെൻ്റ് എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവരിതിട്ട് നോക്കാൻ വരുമ്പോഴേക്കും തടി കുറഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ ഇവിടെ ചുളിവ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഏറ്റവും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ബ്ലൗസൊക്കെ ഇറക്കിയും കയറ്റിയൊക്കെ നല്ല ഫിറ്റിങ്ങിൽ ബ്ലൗസ് ഇടാൻ പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. പിന്നെ ചുളിവ് വന്നിട്ടുണ്ടെങ്കിൽ ചെറിയതൊക്കെ ആണെങ്കിൽ നമുക്ക് ശരിയാക്കി കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു മെഷർമെൻറ്റ് കറക്റ്റ് ആയിരിക്കണം. ഈ ഒരു മെഷർമെൻറ്റ് നമുക്ക് കറക്റ്റായി കിട്ടണമെങ്കിൽ നിങ്ങൾ ഫിറ്റ് ആയിട്ടുള്ള ഒരു ഡ്രസ്സ് ഇട്ടിട്ട് വരിക തന്നെ ചെയ്യണം, എന്നാലാണ് നമുക്കിത് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റുള്ളൂ. ഇത് ഇതേപോലെ ഇങ്ങനെ കവർ ചെയ്തിട്ടാണ് എടുക്കേണ്ടത് കേട്ടോ. ഇത് ഞാൻ എൻ്റെ മെഷർമെൻറ്റ്സ് കാണിച്ചു തരികയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കവർ ചെയ്തെടുക്കണം. കൈ ഇങ്ങനെ എനിക്കൊക്കെ നോക്കുക, കറക്റ്റ് ഈ ഒരു ലെവലിൽ എടുക്കുക. കണ്ട ഇങ്ങനെ എടുക്കണം. എനിക്ക് ഏകദേശം ഒരു 15.5-15.5 എൻ്റെ ആംപോൾ റൗണ്ട് വരുന്നത്. ഇനി അതേപോലെ ആ ഒരു ലെവലിൽ തന്നെയുള്ള ഇവിടുത്തെ റൗണ്ട് കൂടി എടുക്കാം. ക്യാപ്പ് റൗണ്ട് ആണ് കേട്ടോ ഇത്. റൗണ്ട് എന്നും പറയാം, ക്യാപ്പ് റൗണ്ട് എന്നും പറയാം. അത് ഏകദേശം ഒരു 12.5 12.25 എനിക്ക് വരുന്നത്. അപ്പോൾ ഇതൊന്നും എടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ എൻ്റെ ബോഡി എന്നുള്ളത് കാണിച്ചത്. അപ്പോൾ ഇതാണ് നമ്മുടെ ബോഡി മെഷർമെൻറ്റ്സ് വരുന്നത്. ഒന്നും വിട്ടുപോയിട്ടില്ല എന്ന് വിചാരിക്കുന്നു. പിന്നെ നെക്കിൻ്റെ വൈഡ് എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ പ്രത്യേകിച്ച് മെഷർമെൻറ്റ്സ് ഒന്നും എടുക്കുകയല്ല, ബ്രൈഡിനോട് ചോദിക്കുകയാണ് ചെയ്യുക. നിങ്ങൾക്ക് എത്രയാണ് ഇവിടുത്തെ വൈഡ് വേണ്ടതെന്നുള്ളത്. നെക്കിൻ്റെ വൈഡ് എത്ര വേണ്ടതെന്നല്ല ചോദിക്കാറുള്ളത്. ഷോൾഡറിൻ്റെ ഈ ഒരു സ്ട്രാപ്പ് ഉണ്ടല്ലോ, ഇത് എത്ര വീതിയാണ് വേണ്ടതെന്നാണ് ചോദിക്കാറുള്ളത്. അത് മിക്കവാറും ബ്രൈഡ്സിൻ്റെ കേസ് വരുമ്പോൾ മിക്കവാറും ആൾക്കാർക്ക് 2 മതി. പക്ഷേ നമ്മൾ അമ്മമാർക്കൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് 2.5 വേണം, 2.25, അങ്ങനെ ഓരോരുത്തരുടെ വൈഡാവുന്ന ഇഷ്ടം അനുസരിച്ചിരിക്കും അതിൻ്റെ ആ ഒരു മെഷർമെൻറ്റ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു മെഷർമെൻറ്റ്സിൻ്റെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ബ്ലൗസിൻ്റെ പാറ്റേൺ മേക്കിങ്ങും ഡിസൈൻ വരയ്ക്കുന്നതൊക്കെ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ വരാം. ബൈ.